വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഗാർലിക് വൈൻ അല്ലെങ്കിൽ മെൻസുവ എലീസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓർണമെൻറ്റൽ ഫ്ലവറിംഗ് വൈനിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഇതിൻ്റെ ആദ്യത്തെ പൂക്കളാണ്. ഒരുപാട് പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് വിരിഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഞാനൊരു ആർച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് ഒരു സൈഡിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് കയറി വരുന്നത്, ഈ ഒരു വൈൻ കയറി വരുന്നത്. ഇതിൻ്റെ കൂടെ വേറൊരു പ്ലാന്റും കൂടി ഉണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ. പിന്നെ അങ്ങേ സൈഡിൽ ഞാൻ പണ്ട് ഒരു എലമാൻഡാൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു യെല്ലോ ഷെയ്ഡ്. അതൊരു വൈനിങ് പ്ലാന്റ് തന്നെയാണ്, അത് അങ്ങേ ഭാഗത്താണ്. അപ്പോൾ അത് കുറച്ച് കേടൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ട്രിം ചെയ്തിരിക്കുകയാണ് ആ ഒരു സൈഡിൽ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് തെച്ചിയുണ്ട്, പിന്നെ പേൾ ഗ്രാസ് വെച്ചിട്ടുണ്ട് ഞാൻ. കൂടാതെ ഈ ഒരു ഗാർലിക് വൈൻ ഉണ്ട്, കൂടാതെ ഒരു ഗൾഫീമിയൻ്റെ ഒരു വൈനിങ് വെറൈറ്റി കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ല ഹൈറ്റിലാണ്, എനിക്ക് തൊടാൻ പോലും പറ്റില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ഗാർലിക്കിൻ്റെ സ്മെല്ലാണ് എന്നാണ് പറയണത്. പക്ഷേ എനിക്ക് ഗാർലിക്കിൻ്റെ ഒരു രൂക്ഷഗന്ധമൊന്നും ഇല്ല. അത് ജസ്റ്റ് നമ്മൾ ആ ലീവ്സ് ഒന്ന് ക്രഷ് ചെയ്താൽ ആണ് ആ ഒരു സ്മെല്ല് വരുന്നത്. ഇതിൽ ഏകദേശം നമുക്കൊരു 3 കളേഴ്സ് അറ്റ് എ ടൈം തന്നെ നമുക്കിതിൽ കാണാൻ പറ്റും. അതായത് ഒരു പേർപ്പിൾ ഷെയ്ഡ്, പിന്നെ ഒരു ലാവൻഡർ, ഒരു വൈറ്റ് ഷെയ്ഡ്, അങ്ങനെ 3 കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് ആദ്യത്തെ സ്റ്റേജസ് ആണ് കേട്ടോ. ഇത് മുട്ടുകൾ ഇങ്ങനെ വന്നിട്ടുള്ള സ്റ്റേജ്. അങ്ങനെ ഒരു പേർപ്പിൾ ഷെയ്ഡാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് ഷെയ്ഡ് മാറി ഒന്ന് ഡള്ളായി ലൈറ്ററായിട്ട് ആ ഷെയ്ഡ് മാറിയിട്ടാണ് പിന്നെ ഏറ്റവും ലാസ്റ്റ് വൈറ്റ് ആയിട്ട് പിന്നെ അങ്ങനെയാണ് അത് കൊഴിഞ്ഞു പോകുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ മുട്ടുകൾ. നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സ് ആണ് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇങ്ങനെ എല്ലാ നോഡിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ബഡ്സ് ഇങ്ങനെ കയറി വരുന്നത്. ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെയൊന്നും എല്ലാ പൂക്കൾ ഉണ്ടാവുക, ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടാകും. ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ ആദ്യത്തെ പൂക്കൾ വിരിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. കുറച്ചായാലും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു പൂക്കൾ. ഇപ്പോൾ ഇല്ല കേട്ടോ, അപ്പോൾ എല്ലാം കൊഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കട്ടിങ്സ് ഒക്കെ എടുക്കണമെങ്കിൽ ആദ്യം ഇതൊന്ന് വിരിയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് പ്ലാന്റ്സ് ഒരു സൈഡിൽ തന്നെ കുറേ പ്ലാന്റ്സ് വരുന്നതിനെ കൊണ്ട് ആയിരിക്കണം ഇതിൽ ഇത്ര പൂക്കൾ കുറഞ്ഞു. കുറച്ചുകൂടി വളങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ ഇട്ട് കൊടുക്കണം. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ മാത്രം ഇത് പ്ലേസ് ചെയ്യുക, എന്നിട്ട് പടർത്തി വിടുക. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സൈഡിൽ മാത്രമേ വെയിലുള്ളൂ, അത് കുറച്ച് വെയിലുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ തെങ്ങും അതും ഇതൊക്കെ വന്ന് മരങ്ങളൊക്കെ വന്ന് കവർ ചെയ്തതിനെ കൊണ്ട് ഒക്കെ തണലാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രം. അതാണ് ഞാൻ ഒരുപാട് പ്ലാന്റ്സ് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ വൈനിങ് ടൈപ്പ് ഒക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. എന്നാലല്ലേ അത് പടർന്ന് പിടിച്ചൊന്ന് പൂക്കളിടുന്ന ഇടാൻ കാണുമല്ലോ. അത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. എല്ലാ പ്ലാന്റും കൂടി വരുമ്പോൾ ഇതുപോലെ വളത്തിൻ്റെ ഒരു പ്രശ്നം വരും. നമ്മുടെ ഔട്ട്ഡോർ ഗാർഡനിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ആരായാലും ഒന്ന് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നോക്കി പോകുന്നതിൻ്റെ പേരെന്താ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് നമ്മൾ എപ്പോഴെങ്കിലും ഒരു മോഡറേറ്റ് ആയിട്ട് നനച്ച് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് വളങ്ങളും ഒരു 6 മാസം കൂടുമ്പം ചെയ്യാം. അത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.